So welcome back to the next session of Child Rights second unit. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡ്രഗ് അബ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഓൺലൈൻ അബ്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഓൺലൈൻ അബ്യൂസ് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് എന്താണ്, ഒരുപാട് കാര്യങ്ങള് കഥയടിച്ച് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഓൺലൈൻ അബ്യൂസ് എന്നൊക്കെ പറയുന്നത്. നമുക്കിത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നോക്കിയാലോ, OCSAE എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ has spiked globally since the pandemic began. Increased screen time during lockdowns has put children's online safety at risk. UNICEF highlights the rise in harmful behavior and content exposure. Cyber crimes against children in India rose by over 400% in 2020 compared to 2019. About 90% of these crimes involve child sexual abuse material. That means CSAM, child sexual abuse material. Social media, online classes and educational apps contribute to online safety threats. പറയേണ്ട ആവശ്യമുണ്ടോ? അതായത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു 2019 മുന്നേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ സ്ക്രീൻ ടൈം ഒന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ കൊറോണ കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ആ ഒരു 1.5 ഇയർ കംപ്ലീറ്റ്ലി നമ്മള് സ്റ്റഡീസ് എല്ലാം ഓൺലൈനായിട്ട് മാറിയപ്പോ ഓരോ കുട്ടിക്കും ഓരോ ഫോൺ എന്നുള്ള രീതിയിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. അത് നമുക്ക് പോസിറ്റീവ് എന്നുള്ളതിനേക്കാൾ നമുക്ക് മാക്സിമം നെഗറ്റീവ് രീതിയിലാണ് കുട്ടികളെ എല്ലാവരെയും അഫക്ട് ചെയ്തിട്ടുള്ളത്. എന്താ, കുട്ടികളുടെ സ്ക്രീൻ ടൈം കൂടി, അവരുടെ ആ ഒരു ഓൺലൈൻ സോഷ്യൽ മീഡിയക്കുള്ള എക്സ്പോഷർ കൂടി. പിന്നെ മാത്രമല്ല, നമുക്കും ഇപ്പൊ പാരന്റ്സിനാണെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം കുട്ടിക്ക് ക്ലാസ് കാണണമെങ്കിൽ ഫോൺ വേണം. സോ ആ ഫോൺ, മൊബൈൽ ഫോൺസും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് കൊറോണയ്ക്ക് ശേഷം ഒരുപാട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതിലേറെ കൂടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതിക്കൂടെ? കൊറോണയുടെ മുന്നിൽ നമുക്ക് അങ്ങനെ ആയിരുന്നില്ല, കൊറോണ വന്നു ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായെന്നുകൊണ്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുക്കുക കേട്ടോ. ദെൻ നമ്മുടെ ഈ ആക്ടിവിറ്റീസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ അബ്യൂസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? പ്രൊഡ്യൂസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് CSAM, അതായത് നമ്മുടെ കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽസ്, മേ ബി വീഡിയോസ് ആകാം, മെസ്സേജസ് ആകാം, ഇമേജസ് ആവാം, ജിഫ്സ് ആകാം. അതായത് കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ luring children into sexual chats or generating explicit content, grooming and enticing children for real world meetings, exhibitionism by the abuser, allowing children to engage in prostitution or sexual trafficking online. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടോ? ഇന്നത്തെ കാലത്ത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി. അപ്പൊ ഈ ഓൺലൈൻ അബ്യൂസിന് മെയിൻ ആയിട്ട് നമ്മൾ എന്തൊക്കെയാ ഫോക്കസ് ചെയ്യുന്നത്? കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട അവരെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ. ഇപ്പൊ കുറച്ചു കാലം മുന്നേ ഈ പോൺ സൈറ്റിലൊക്കെ കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് ആഡ് ചെയ്യണം അതിനൊക്കെ ഭയങ്കര ക്രൈം ആണ് എന്നുള്ള രീതിയിൽ ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മാത്രല്ല, ഇപ്പോഴത്തെ കാലത്ത് ഫോൺ ഇല്ലാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ നമ്മുടെ ഒരു ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ഒക്കെ ഉള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഹോർമോണൽ ചേഞ്ചും, ഇപ്പൊ പാരന്റ്സ് ഒക്കെ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെ നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് കൂടുതൽ ടൈം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ അഫയേഴ്സ് അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ആ രീതിയിലേക്കൊക്കെ പോകാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിലാണെങ്കിൽ ഓക്കെ, പക്ഷെ ഇന്നത്തെ കാലത്ത് 90% ഈ ബാക്കിയുള്ളവരത് അഡ്വാൻറ്റേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ഇത് ഈ ഒരു അഫെയർ അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് കാരണം ഇവരെ സെക്ഷൽ ചാറ്റിലേക്കും അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കണ്ടന്റ്, ഇമേജസ് ഒക്കെ അയച്ചു കൊടുക്കാനൊക്കെ ഒരുപാട് നിർബന്ധിച്ച് അതിന്റെ പേരിലുള്ള ബ്ലാക്ക് മെയിലിംഗ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ദെൻ ഗ്രൂമിംഗ് ആൻഡ് എൻറ്റൈസിങ് ചിൽഡ്രൻ ഫോർ റിയൽ വേൾഡ് മീറ്റിംഗ്സ്, അതായത് എന്താണ്, ഗ്രൂം ചെയ്യാം കുട്ടികളെ, അവർ പോലും അറിയാതെ അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാണ്, അവരുടെ നല്ലൊരു കെയർ ടേക്കർ ആണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് നല്ലപോലെ നമ്മുടെ രീതിക്ക് കൊണ്ടുവരിക എന്ന് പറയില്ലേ, ആ രീതിയിൽ കൊണ്ടുവന്നിട്ട്
പിന്നെ ഇതിനെ അബ്യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ കണ്ടുവരുന്നുണ്ട്. ദെൻ എക്സിബിഷനിസം ബൈ ദ അബ്യൂസർ. എങ്ങനെയാണ്? കുട്ടി നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടീനെ മാത്രമല്ല, ആരാണോ ഇപ്പുറത്തിരിക്കുന്നത് ഇവരും ഓരോ കാര്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും അവർ ഇപ്പൊ അറിയാത്ത കുട്ടി, ഒന്നും അറിയാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇയാൾ വഴി അത് മറ്റൊരു രീതിയിൽ എന്താ പറയാ മോശമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. തെറ്റായ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അതൊക്കെ കേട്ടോ. Then allowing children to engage in prostitution or sexual trafficking online. നമുക്കറിയാം ഒളിച്ചോട്ടം ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ്. അപ്പൊ നമ്മള് എന്താ പറയാ ഇഷ്ടമാണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവര് ഒളിച്ചോടി പിന്നെ മേ ബി അവര് വേറെ എന്തെങ്കിലും ഈ ട്രാഫിക്കിംഗ് പോലെ അടിമക്കടത്ത് അങ്ങനത്തെ ഒക്കെ രീതിയിൽ കൊണ്ടുപോയിട്ട് മിസ്യൂസ് ചെയ്യുന്ന കേസസും ഒരുപാടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ അബ്യൂസിൽ തന്നെ നമുക്ക് വേറെ പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. ബുള്ളിങ്, സൈബർ ബുള്ളിങ്, കളിയാക്കാം. ഇപ്പൊ ഈ അടുത്ത് തന്നെ 10th ആ ഒരു കുട്ടി മരിച്ച കേസിന്റെ എന്താണ്, ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലൊക്കെയാണ് അവരെ കളിയാക്കലും വെല്ലുവിളികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതെല്ലാം എന്താണ്, ഓൺലൈൻ അബ്യൂസിന്റെ ഒരു ടൈപ്പാണ്. കൂട്ടം കൂടിയിട്ട് ഗ്രൂപ്പ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ ഒരാളെ തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക എല്ലാം. അപ്പൊ ഇന്നത്തെ കാലത്ത് നടക്കുന്ന ഒരു 90% കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അപ്പൊ ഇതിന്റെ റീസൺസ് നമുക്ക് എങ്ങനെ പറയാം? ഒന്ന് അവരുടെ ഏജ്, പിന്നെ വീട്ടിൽ പ്രോപ്പർ ആയിട്ടുള്ള കെയറിങ് കിട്ടാത്തവര്, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ആ ഡ്രഗ് അബ്യൂസിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഫ്രണ്ട്സ് നിർബന്ധിച്ചിട്ട് പോകുന്നവരുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ ഒരു എക്സ്പീരിയൻസിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നവരുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് ഈ ഓൺലൈൻ അബ്യൂസിന്റെ ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നോക്കിക്കേ എന്തൊക്കെ ടൈപ്സ് ഉള്ളതെന്നുള്ളത്. ബുള്ളിങ് ആൻഡ് സൈബർ ബുള്ളിങ്. എന്താ, കളിയാക്കുക, കൂട്ടം കൂടിയിട്ട് ഒരാളെ നമ്മൾ കളിയാക്കുക. അത് ത്രൂ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ത്രൂ ഓൺലൈൻ ആവാം, അതല്ലെങ്കിൽ നേരിട്ടും ആവാം. ഓക്കെ, ദെൻ ഇമോഷണൽ അബ്യൂസ്. നമുക്കിപ്പോ ഫിസിക്കലി അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമല്ല, ഇപ്പൊ ഈ ബുള്ളിങ് വഴിയൊക്കെ ഏറ്റവും കൂടുതൽ ഇമോഷണലി ആണ് നമ്മൾ അവരെ അബ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കുറെ ട്രോളുകളും അങ്ങനത്തെ ഒക്കെ കാണുന്നില്ലേ, അതൊക്കെ ശരിക്കും എന്താണ്, അവരെ നമ്മൾ ഇമോഷണലി അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ സൈക്കോളജിക്കൽ അബ്യൂസ് എന്നുള്ളത് നമ്മൾ പറയും കേട്ടോ. ഇമോഷണലി ഒരാളെ തളർത്തുക, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അങ്ങനെയൊക്കെ ഓൺലൈൻ മീഡിയാസ് വെച്ചിട്ട് ത്രൂ സോഷ്യൽ മീഡിയ നമ്മൾ അവരെ അബ്യൂസ് ചെയ്യുക. ദെൻ ഗ്രൂമിങ്. ഗ്രൂമിങ് ഞാൻ പറഞ്ഞു, അതായത് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവര് പോലും അറിയാതെ നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ എന്താണ് അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മെല്ലെ മെല്ലെ അവരെ നമ്മുടെ വെറുതിയിലാക്കുക എന്ന് പറയില്ലേ. പണ്ടുള്ള ആൾക്കാർ പറയും അവന് തലയണ മന്ത്രം കൊടുത്തിട്ടാ വശത്താക്കിയെന്നുള്ളത്. അതായത് അങ്ങനെ തലയണ മന്ത്രം ഇല്ല കേട്ടോ, പക്ഷെ അതേപോലെ നമ്മുടെ വെറുതിയിലാക്കുന്നതിനെയാണ് ഗ്രൂമിങ് എന്ന് പറയാ. പിന്നെ അറിയാലോ സെക്ഷൽ അബ്യൂസ്. എന്താണ്, പല രീതിയിലും, അതായത് നമ്മുടെ പോൺ സൈറ്റ്സ് അല്ലെങ്കിൽ പോൺ വീഡിയോസ്, അതേപോലെ തന്നെ ഇമേജസ് അത് ക്രിയേറ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ കാലത്ത് ഓൺലൈൻ ത്രൂ നടക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. അപ്പൊ അത് എഴുതുന്ന സമയത്ത് നിങ്ങളൊരു സബ് ഹെഡിങ് മാത്രം നോക്കിയാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കുക, ഓൺലൈൻ അബ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അത് എന്താ എന്നുള്ളത്, വാട്ട് ഈസ് ഓൺലൈൻ അബ്യൂസ് എന്നുള്ളത് കൊടുക്കുക. എന്താണ് ഓൺലൈൻ അബ്യൂസ്? ത്രൂ ഇന്റർനെറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരാളെ കണ്ടിന്യൂസ്ലി അബ്യൂസ് ചെയ്യുക, മിസ്യൂസ് ചെയ്യുന്നതിനാണ് ഓൺലൈൻ അബ്യൂസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ടൈപ്സ് നിങ്ങൾ കൊടുക്കുക, എന്നിട്ട് ഓരോ ടൈപ്പ് എന്താണെന്നുള്ളത് എടുത്തെഴുതുക. ബുള്ളിങ് ആൻഡ് സൈബർ ബുള്ളിങ്ങിന് എന്താ, കളിയാക്കുക. ഇമോഷണൽ അബ്യൂസ് എന്താണ്, മെന്റലി ഒരാളെ തളർത്തിക്കൊണ്ടുവരിക. ഗ്രൂമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ പോലും അറിയാതെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. സെക്ഷൽ അബ്യൂസ് എന്താന്നുള്ളത് ഒക്കെ സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ എഴുതാം. ദെൻ അതിന്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ വീണ്ടും നമ്മൾ ഇതൊക്കെ പാടെ ഒന്നും കൂടി വൈൻഡ് അപ്പ് ചെയ്ത് എഴുതാം കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, നമ്മുടെ ഇന്നത്തെ കാലത്ത് കുട്ടികളിലാണെങ്കിലും അതെ ആർക്കാണെങ്കിലും അതെ സൂയിസൈഡൽ ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. എന്നുണ്ടെങ്കിലും ഒന്ന് ചീത്ത പറഞ്ഞാൽ പോലും സൂയിസൈഡ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ. അപ്പോ എന്തുകൊണ്ടാണ് ഈ ചിൽഡ്രൻ ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. Suicidal behavior can be triggered by stressful events, especially in children with mental health disorders like depression. Risk factors include depression, anxiety, withdrawal from activities, discussion about death, and sudden behavioral changes. Family and friends should take all suicide threats or attempts seriously.
Healthcare professionals assess the seriousness of suicide risk, and treatment may involve hospitalization, medication for the other mental health disorders, and individual and family counseling. അപ്പൊ നമുക്കറിയാം എന്താണ് മെന്റലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിപ്രഷനിലൊക്കെ പോകുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുന്നത്. എന്തുകൊണ്ട് ഡിപ്രഷൻ എന്നുള്ളതാണ് അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പല കാരണങ്ങളുണ്ടാവും. ഒന്നെങ്കിൽ ചിലപ്പോൾ വീട്ടിലുള്ള പേഴ്സണൽ ഇഷ്യൂസ് ആയിരിക്കാം, പാരൻസുമായിട്ടുള്ള പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ റിലേഷൻഷിപ്പിലുള്ള ബ്രേക്കപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ബുള്ളിങ്, പല റീസൺസ് കാരണം ഇങ്ങനെ ഡിപ്രഷൻ വന്ന് ഈ ഡിപ്രഷൻ ഇരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ടെൻഡൻസി കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ളവർ ഇങ്ങനെ എന്തെങ്കിലും ഒരു സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എത്രയും പെട്ടെന്ന് നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു കൺസേൺ ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം കേട്ടോ. Then suicide is rare before puberty but increases during adolescence, particularly between 15 to 19. In the US, suicide is the second leading cause of death in 10 to 24-year-olds and the ninth among 5 to 11-year-olds. അപ്പൊ എന്താ പറയുന്നത്, സൂയിസൈഡൽ ടെൻഡൻസി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ആ അഡോളസെന്റ് ഏജിലുള്ളവരാ. കാരണം എന്താ, ഈ ഹോർമോണൽ ചേഞ്ചും അതേപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ചേഞ്ച് വരുന്ന ടൈമാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് തന്നെ നമ്മളെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ പോലെയൊക്കെ പോയി സൂയിസൈഡൽ ടെൻഡൻസി കൂടുതലായിരിക്കും. ഓക്കെ, then the suicide rate has significantly impacted the black community, doubling among black children in elementary school from 1993 to 2012. Many youth suicide attempts do not result in death but still require attention and intervention. From 1999 to 2019, suicide rates increased for females from 0.5 to 2%, and for males it is from 1.9 to 3.1%. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പൊടുപ്പും തൊങ്ങലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചന്തത്തിന് വേണ്ടിയിട്ട് എഴുതാവുന്ന പോയിന്റുകളാട്ടോ. കാരണം US-ലാണെങ്കിലും ഈ ഒരു 18-24 വയസ്സിന്റെ ഇടയിലുള്ള സൂയിസൈഡ്സ് ഏറ്റവും കൂടുതലാണ്. അതേപോലെ തന്നെ 5 to 11 എന്ന് പറയുന്നത് 9ാമത്തെ സ്ഥാനത്തിലാണ് നിൽക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പല സൂയിസൈഡുകൾ നമുക്കറിയാം അറ്റൻഡ് നടക്കും, പക്ഷെ ചിലപ്പോൾ അത് ആള് മരിക്കണം എന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് ഒരു പ്രോപ്പർ കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ സൂയിസൈഡിന് കാരണമാവുന്നത് അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെത്ത് ഓഫ് ലവ്ഡ് വൺ. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട, നമുക്ക് അത്രയും ഉള്ളിൽ തട്ടിയ ആൾക്കാർ മരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ വരുമ്പോൾ നമ്മൾ ഒരു വല്ലാണ്ട് ഡിപ്രഷനിലാവും. അപ്പൊ അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി കൂടുതലായിരിക്കും. ദെൻ എ സൂയിസൈഡ് ഇൻ സ്കൂൾ ഓർ അനദർ ഗ്രൂപ്പ് ഓഫ് പിയേഴ്സ്. പക്ഷെ ഇത് വളരെ റെയർ ആണ് മറ്റൊരാൾ സൂയിസൈഡ് ചെയ്യുന്ന കണ്ടിട്ട്. അതും ഈ പറഞ്ഞ പോലെ മെന്റൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ട്, മെന്റലി ഫിറ്റ് അല്ലാത്ത ഒരാൾക്കാണ് ഇതൊക്കെ ഒരു റീസൺ ആയിട്ട് പറയാ കേട്ടോ, വേറൊരാൾ ചെയ്യുന്ന കണ്ടിട്ട് ചെയ്യാന്നുള്ളത്. ദെൻ ലോസ് ഓഫ് എ ബോയ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട്. അത് പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ഡെപ്തും അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷെ നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഈ പറഞ്ഞ പോലെ സഹിക്കാൻ പറ്റില്ല, താങ്ങാൻ പറ്റില്ല, ഡിപ്രഷനിലേക്ക് പോകും. അതും ഒരു കോസായിട്ട് പറയുന്നുണ്ട്. A move from familiar surroundings such as the school or neighborhood or friends. എന്താ, നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സറൗണ്ടിങ്ങിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ഇപ്പൊ പാരന്റ്സിനൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലം മാറി പോവുക, അത്രയും കാലം നാട്ടിലിരുന്ന കുട്ടികളെ നമ്മളെ അബ്രോഡിലേക്ക് കൊണ്ടുപോവുക സ്ഥിരമായിട്ട്, അങ്ങനെയൊക്കെ വരുന്ന കേസസിൽ അവർക്ക് ആ ഒരു സഡൻ ചേഞ്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതും സൂയിസൈഡൽ ടെൻഡൻസി കൂട്ടുന്നതാണ്. Then being bullied at school, especially for lesbian, gay, bisexual and transgender students. എന്താ, കളിയാക്കലുകൾ. അത് എന്താണ്, സെക്ഷുവാലിറ്റിയുടെ ബേസിസിൽ മാത്രമല്ല ഏതൊരു തരം കളിയാക്കലുകളും അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ബുള്ളിങ് ആയിക്കോട്ടെ ഈ സൂയിസൈഡൽ ടെൻഡൻസിക്ക് കാരണമാവുന്നുണ്ട്. ഫെയിലിയേഴ്സ് അറ്റ് സ്കൂൾ. ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് നടന്നൊരു കാര്യം അറിയാം, നമ്മുടെ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്കില് ഒരു കുട്ടി മരിച്ചത്. എങ്ങനെയാണ്, പരീക്ഷയ്ക്ക് തോറ്റ് നെക്സ്റ്റ് പാസ്സാക്കില്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒക്കെ ഒരു പേരിലാണ് ആ ഒരു സൂയിസൈഡ് നടന്നത് എന്നുള്ളതാണ്. അപ്പൊ സ്കൂളിലുള്ള ചില തോൽവികൾ ചില കുട്ടികൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. സോ അതൊക്കെ എങ്ങനെ നമ്മുടെ ആ കുട്ടിയുടെ പാരന്റ്സ് അല്ലെങ്കിൽ ഒപ്പമുള്ളവർ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് അവരെ ഇതിന്നൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റുക. ദെൻ ട്രബിൾ വിത്ത് ദ ലോ.
ഓക്കെ, മെയിൻ ആയിട്ട് ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പ്രോപ്പർ ലോ അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല, അതൊക്കെ നമുക്ക് ഒരു റീസൺ ആയിട്ട് ഇവിടെ പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് പോവാട്ടോ. നമുക്ക് കോമൺ ആയിട്ട് എഴുതാവുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ. അതായത് നിങ്ങൾ ഇത് ഓരോന്നും സബ് ഹെഡിങ് ആയിട്ട് എഴുതുക, എന്നിട്ട് അതിന്റെ അടിയിലൊക്കെ നിങ്ങൾ ഇങ്ങനെ കഥ എഴുതുന്ന പോലെ ഓരോ എക്സാമ്പിൾ വെച്ച് ഇന്നത്തെ ന്യൂസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പിന്നെ ഇത് മാത്രമല്ല ടെൻഡൻസി റീസൺ ആയിട്ട് പറയാം, നമുക്ക് ഡ്രഗ് അബ്യൂസ് പറയാം. ഡ്രഗ് അബ്യൂസ് കാരണം അത് പ്രോപ്പർ ആയിട്ട് കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾ അത്രയും സ്ട്രെസ്ഡ് ആയിട്ട് മെന്റലി ഫിസിക്കലി ഒന്നും ഒക്കെ അല്ലാത്തവർ എന്ത് ചെയ്യുന്നുണ്ട്, സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ മറ്റേ ബ്ലൂ വെയിൽ പോലത്തെ ഗെയിംസ്, ഓൺലൈൻ ഗെയിംസ് ചിലവരെ ഈ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുന്നുണ്ട്, അതൊക്കെ കാരണം. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെയാ ഡിസ്കസ് ചെയ്ത്, ഓൺലൈൻ അബ്യൂസ് എന്താണ്, അതിന്റെ റീസൺസ് എന്താണ്, ടൈപ്സ് ഏതാണ്, അതേപോലെ തന്നെ സൂയിസൈഡൽ ടെൻഡൻസി, ഇതെല്ലാം ഒരു കുടക്കീഴിൽ വരുന്ന ടോപ്പിക്സ് ആണ് കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് സെഷനിൽ കാണാം. ബൈ.